നമസ്കാരം. ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ശനിചന്ദ്ര യോഗത്തെക്കുറിച്ച് ഒരു ചോദ്യം വന്നിരുന്നു. ശനിചന്ദ്ര യോഗം ദോഷമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ശനി ചന്ദ്രയോഗം പൊതുവെ ദോഷകരമായിട്ടാണ് വിലയിരുത്തുന്നത്. എന്നാൽ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചില പ്രത്യേകതകളോടുകൂടി കാണേണ്ട രാശികൾ, ഭാവങ്ങളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഈ ശനി ചന്ദ്രയോഗം പോലെ തന്നെ പ്രശ്നമുള്ളതാണ് ചന്ദ്രകേതു യോഗവും ചന്ദ്രരാഹു യോഗവും. ഇപ്പോൾ ചന്ദ്രൻ ശനിയോടൊപ്പമോ ചന്ദ്രൻ രാഹുവിനോടൊപ്പമോ ചന്ദ്രൻ കേതുവിനോടൊപ്പമോ നിന്നാൽ അതിൻ്റെ ദോഷഫലങ്ങളെ നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട്. ഇത് മൂന്നും തന്നെയും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ചന്ദ്രരാഹു യോഗം. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ചോദ്യം വന്നിരിക്കുന്നത് ശനി ചന്ദ്രനോടൊപ്പം നിൽക്കുന്നതിനെക്കുറിച്ചാണ്. അത് വിഷയോഗമെന്നും കൂടി പറയും. വളരെ അപകടകരമാണ്. ചില ഘട്ടങ്ങളിലാണ് അതിൻ്റെ ദോഷഫലങ്ങൾ ശക്തമായിട്ട് വരുന്നത്. പൊതുവായി ചില പ്രശ്നങ്ങൾ ചില നക്ഷത്രക്കാർക്കുണ്ടാകാം. ശനി ചന്ദ്രയോഗം പൂയം നക്ഷത്രക്കാർക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കണം. അത് വളരെ കുഴപ്പം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ശനി ചന്ദ്രയോഗം ആയില്യം നക്ഷത്രക്കാർക്ക് വന്നാൽ സൂക്ഷിക്കണം. ശനി ചന്ദ്രയോഗം പുണർത നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗമാകുന്ന കർക്കിടകക്കൂറുകാരായിരിക്കുന്ന പുണർത നക്ഷത്രക്കാർക്കാണ് വരുന്നതെങ്കിൽ അവരും കുറച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ശനി ചന്ദ്രയോഗം ശനിക്ക് ബലമുള്ള രാശികളിലാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ പറയേണ്ടതില്ല. ചന്ദ്രൻ്റെ ആ ദോഷഫലങ്ങളെ കൂടുതൽ പ്രകടീഭവിപ്പിക്കാൻ ഇടയാക്കാതിരിക്കും ഉച്ചസ്ഥനായ ശനി അല്ലെങ്കിൽ സ്വക്ഷേത്ര ബലവാനായ ശനി. തുലാം രാശിയിൽ ശനിയോടൊപ്പമാണ് ചന്ദ്രൻ യോഗം ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അവിടെ ദോഷാരോപണം അത്ര വേണ്ടതില്ല. എന്നാൽ തുലാം രാശിയിൽ ഉച്ചസ്ഥനായ ശനിയോടൊപ്പം ചന്ദ്രൻ നിൽക്കുന്നത് ചോതി നക്ഷത്രത്തിലാണെങ്കിൽ, രാഹുവിൻ്റെ നക്ഷത്രമാകുന്ന ചോതിയിലാണ് എങ്കിൽ ചില കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കണം. ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അതിന് ഗ്രഹനില മൊത്തവും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഏതെല്ലാം തരത്തിലാണ് അതിൻ്റെ ഭവിഷ്യത്ത് വന്ന് ഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ വെക്കും. അതാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ശനിചന്ദ്ര യോഗമുള്ളവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ശനിയും ചന്ദ്രനും യോഗം ചെയ്ത് നിൽക്കുന്നത് ഏതെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ രാശിയിലാണോ? ശനിയും ചന്ദ്രനും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് വൃശ്ചികം രാശിയിലോ മേടം രാശിയിലോ ആണെങ്കിൽ, പ്രത്യേകിച്ച് ചൊവ്വയുടെ, ഇങ്ങനെ പറയണം, ചൊവ്വയുടെ സ്വന്തം രാശികളിലാണെങ്കിൽ അവിടെ ശനിചന്ദ്ര യോഗം വളരെ കുഴപ്പം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ശനിയും ചന്ദ്രനും കൂടി യോഗം ചെയ്ത് ചൊവ്വയുടെ സ്വക്ഷേത്രമാകുന്ന വൃശ്ചികം രാശിയിലോ ചൊവ്വയുടെ സ്വക്ഷേത്രമാകുന്ന മേടം രാശിയിലോ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർ ബന്ധീനങ്ങൾക്കും ശല്യമായി തീരാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള ആപത്തുകൾ പലതരത്തിൽ ഇവരിൽ നിന്നുണ്ടാകാം. ചില ദശാകാലങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ അവർ സൃഷ്ടിക്കാം എന്നൊക്കെയുണ്ട്. സംശയരോഗം, മാനസികമായ മറ്റ് പലവിധ അസ്വസ്ഥതകൾ, പിന്നെ ഒരുതരം ബാധ കയറി തുള്ളുക, ഇതൊക്കെ വരാൻ സാധ്യതയുള്ളവരാണ്. ബാധ വന്നിട്ട് തുള്ളുക എന്നൊക്കെ മാനസിക പ്രശ്നമായിട്ട് വരാം. ഒട്ടൊക്കെ ഫലം പറയാനും അവരെക്കൊണ്ട് സാധിക്കും. കാരണം ഇവരുടെ സബ് കോൺഷ്യസ് ഉണരുന്നത് കൊണ്ട് മറ്റുള്ള മനുഷ്യ മനസ്സുകളുമായി ബന്ധപ്പെട്ട് ഉള്ള പല കാര്യങ്ങളും അവർക്ക് വിളിച്ചു പറയാൻ സാധിക്കും. അതൊക്കെ അങ്ങനെ തുള്ളി ഫലം പറയുന്ന ആളുകൾക്കിടയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഗ്രഹനിരകളിൽ ഇങ്ങനെ ചില പ്രത്യേകതകൾ കാണാറുള്ളതാണ്. അത് പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ശനിചന്ദ്രയോഗം വരുന്നത് രാഹുവിൻ്റെ ദൃഷ്ടിയോടുകൂടിയാണെങ്കിൽ വളരെ കുഴപ്പം ചെയ്യും. കൊലപാതകം വരെയും ചെയ്തുകൂടായികയില്ല. ആളുകൾക്ക് വലിയ നാശം വരുത്തി വയ്ക്കാം. പിന്നെ ഉദരരോഗങ്ങൾ, 6ാം ഭാവത്തിലാണ് ശനിചന്ദ്രയോഗമെങ്കിൽ ഉദരരോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ശനിചന്ദ്രയോഗം ശസ്ത്രക്രിയയ്ക്ക് ഇടയാക്കുന്നതാണ് ചില രാശികളിൽ വന്നു കഴിഞ്ഞാൽ. ചൊവ്വ, രാഹു, കേതു എന്നിവയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ശനിചന്ദ്രയോഗം കൂടുതൽ ദോഷകരമായിട്ട് വരുന്നതാണ്. പിന്നെ ശനിചന്ദ്രയോഗം രാഹുവിൻ്റെ ദൃഷ്ടിയോടുകൂടി വരുന്നവർക്ക് പലപ്പോഴും അവിടെ ശുക്രൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ടെങ്കിൽ പ്രണയ നിമിത്തം ആത്മഹത്യ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പ്രണയ നൈരാശ്യത്താൽ ആത്മഹത്യ, വിഷം കുടിച്ചുള്ള ആത്മഹത്യ ചെയ്തവരുടെ ഗ്രഹനിലകൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഗ്രഹനിലകളിൽ പലപ്പോഴും ശനിചന്ദ്രയോഗം ഉണ്ടായിരിക്കുകയും അത് ശുക്രൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയോടുകൂടി നിൽക്കുകയും കൂടെ ചെയ്യുന്ന ഫലമാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. എന്തായാലും ശനിചന്ദ്രയോഗം വളരെ സൂക്ഷിക്കേണ്ടതാണ്. ചിലർക്ക് ഓട്ടിസം പോലുള്ളത് വരാം. അരമന്ദബുദ്ധിയായിരിക്കും ചിലർ. എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ എന്നാൽ ഒന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധ്യമല്ല. ഇത് ശനിചന്ദ്രയോഗത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച്, ആ ഫലം
വരത്തക്ക വിധത്തിൽ ശനിയും ചന്ദ്രനും യോഗം ചെയ്ത് നിൽക്കുന്ന സമയത്ത് അമ്മ പ്രസവിക്കാനിടയാകുന്നു, അത് അഥവാ ജനിക്കാനിടയാകുന്നു എങ്കിൽ അതിൻ്റെ പൂർവ്വജന്മ ഫലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പലതും സൂചിപ്പിക്കാനൊക്കും. പൂർവ്വജന്മത്തിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഫേക്ക് ഗുരുക്കന്മാരായിട്ട്, എന്ന് വെച്ചാൽ യഥാർത്ഥ ഗുരുവായിരിക്കാനുള്ള യോഗ്യതയില്ലാതെ ഗുരുവായി നിന്ന് ശോഭിച്ചവരുടെയൊക്കെ ഗ്രഹനിലയിൽ ഒക്കെ വരാൻ പിൽക്കാലത്ത് അവർ വന്നിട്ട് മന്ദബുദ്ധികളായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളവരാണ് ഭൂരിപക്ഷവും. ഈ ജന്മത്തിൽ മന്ദബുദ്ധികളായി ഓട്ടീസമൊക്കെ ആയിട്ട് വരും. എല്ലാം അറിയാം, പക്ഷെ ഒന്നും അറിയാൻ വയ്യ, ഒന്നും സമയത്ത് ഉപകരിക്കാതിരിക്കുക, അവർക്ക് ഒരു കാര്യത്തിലും വിശേഷ ബുദ്ധിയോടുകൂടി പെരുമാറാൻ സാധിക്കാതിരിക്കുക, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ശനിചന്ദ്രയോഗത്തിന് രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദൃഷ്ടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർവ്വജന്മ ഫലം പറയുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ അങ്ങനെ ബന്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവർ ഈ ജന്മത്തിൽ ജനിച്ചിരിക്കുന്ന കഴിഞ്ഞ ജന്മത്തിൽ ദുർമരണം സംഭവിച്ചിട്ട് കൂടി ആയിരിക്കാം എന്ന് പറയണം. അത് ശുക്രരാശിയിലാണ് ശനിചന്ദ്രയോഗം വന്നിട്ട് രാഹുവിൻ്റെ ദൃഷ്ടിയും കൂടി വന്നിരിക്കുന്നതെങ്കിൽ, ശുക്രൻ്റെ ദൃഷ്ടിയും കൂടി വന്നിരിക്കുന്നതെങ്കിൽ പ്രണയത്താൽ കൊല ചെയ്യപ്പെട്ടതാണെന്നും, അല്ലാത്തതാണെങ്കിൽ ശുക്രൻ്റെ ദൃഷ്ടിയില്ല എങ്കിൽ അവിടെ നമുക്ക് പൂർവ്വജന്മത്തിൽ പ്രണയ നിമിത്തം മുങ്ങി മരിക്കുകയോ കൊല ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുക, ദുർമരണം സംഭവിച്ചിരിക്കുന്നതിൻ്റെ പുനർജന്മമാണ് എന്ന് പറയുന്നതിന് കൂടുതൽ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞ് ഇത് കേട്ടിട്ട് ഇങ്ങനെ തന്നെ പറയണമെന്നല്ല, അതിൻ്റെ മറ്റ് പല ഘടകങ്ങളും കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ശനി ചന്ദ്ര രാഹു യോഗം വന്നാൽ വീണ്ടും പ്രശ്നാധിക്യമാണ് എന്നാണ് പറഞ്ഞത്. അത് ഒരുമിച്ചൊരു രാശിയിൽ തന്നെ വരണമെന്നുമില്ല, വന്നാൽ ഒന്നുകൂടി തീവ്രതയാണ്. ശനിയും ചന്ദ്രനും അതിനോടൊപ്പം തന്നെ രാഹുവും കൂടി എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ, അത് അപൂർവമാണ്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്യാൻ പോകുന്ന നിഷ്ഠുരതയെക്കുറിച്ചും കൂടി പറയണം. ഒരുപാട് നാശങ്ങൾ വരുത്തി വയ്ക്കും. ശനിചന്ദ്ര രാഹു യോഗമല്ലാതെ തന്നെ ശനിചന്ദ്രന്മാർ ചൊവ്വയുടെ രാശിയിൽ നിന്നാൽ പലപ്പോഴും അവർ കൊലപാതകം ചെയ്യാൻ സാധ്യതയുള്ളവരായിരിക്കാമെന്നും കൂടിയുണ്ട്. പല ഭരണാധികാരികളുടെയും ഗ്രഹനിലയിലുമൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള കാണാം. പല പ്രാദേശിക നേതാക്കന്മാർ, പ്രാദേശിക സാമൂഹ്യ പ്രവർത്തകരുടെ ഫലം നോക്കുമ്പോഴൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ട് നയിക്കേണ്ടത്. ശനിചന്ദ്ര രാഹു യോഗം അവിടെയാണെങ്കിൽ സർപ്പ യക്ഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ശനിചന്ദ്ര യോഗമുള്ളിടത്ത് നമ്മൾ ദുർഗാദേവിയുടെ പല ഭാവങ്ങൾക്ക്, ദുർഗയ്ക്ക് തന്നെ പല ഭാവങ്ങളുണ്ട്, അവയൊക്കെ ആരാധിച്ചിട്ട് കൂടുതൽ മുന്നേറുന്നതായിരിക്കും നല്ലത്. ശനിചന്ദ്രയോഗത്താൽ ജനിച്ചവർക്ക്, അതിൻ്റെ ദോഷാധിക്യം വളരെ കൂടുതലായിട്ടുള്ളവർക്ക് അവരുടെ പൂർവ്വജന്മ ഫലം നോക്കുമ്പോൾ നമുക്ക് മരണത്തെക്കുറിച്ച് പറയാൻ വളരെ അപമൃത്യു സംഭവിച്ചതിനെക്കുറിച്ചോ അകാല മരണത്തെക്കുറിച്ചോ ഒക്കെ ആയിരിക്കണം. നോർമലായിട്ട് തന്നെ മരിച്ചാലും, സാധാരണ മരണമാണെങ്കിലും അകാല മരണമെന്ന് വെച്ചാൽ വാർദ്ധക്യം എത്താതെ മരിച്ചിരിക്കുന്നു. അപമൃത്യു എന്ന് പറയുമ്പോൾ മരിക്കേണ്ടാത്ത രീതിയിൽ മരിക്കുക, ആത്മഹത്യയാകാം, മറ്റുള്ള പലതുമാകാം. അതിൽ ശനി സ്വക്ഷേത്ര ബലവാനായി ചന്ദ്രനോടൊപ്പം നിൽക്കുന്നു എങ്കിലും അവിടെ ശുക്രൻ്റെ ദൃഷ്ടിയോ രാഹുവിൻ്റെ ദൃഷ്ടിയോ കേതുവിൻ്റെ ദൃഷ്ടിയോ വ്യാഴം ചന്ദ്രനെ വീണ്ടും ശക്തമായ ദൃഷ്ടിയൊക്കെ ചെയ്യുന്നെങ്കിൽ അവർ ജലസമാധിയിലേക്ക് കുറിച്ചൊക്കെ പറയണം. പൂർവ്വജന്മത്തിൽ സന്യാസിയായിരിക്കുക അല്ലെങ്കിൽ വിവിധിഷ സന്യാസി ആയിരുന്നുകൊണ്ട് ജലസമാധി ചെയ്തവരെ കുറിച്ചൊക്കെ ഉള്ളതിൻ്റെ ഒരു വിരൽ ചൂണ്ടലാണ്. ഇപ്പോൾ വന്ന് ജനിച്ചിരിക്കുന്ന ആരാണ് നമുക്ക് പറയാനൊക്കും. ശനി ചന്ദ്രയോഗമുള്ളവർക്ക് ചില വിഷയങ്ങളിൽ അസാധാരണമായ വൈദഗ്ധ്യം ഉണ്ടാവുകയും അതിൽ സത്യസന്ധരായിരിക്കുകയും, ഇപ്പോഴവർ അഡ്വക്കേറ്റ് ആണെങ്കിൽ, അഭിഭാഷകരാണെങ്കിൽ, വക്കീൽ പണിയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മേഖലയിൽ അതീവ സൂക്ഷ്മത പുലർത്തുകയും ബാക്കി എല്ലാ കാര്യങ്ങളിലും താഴെയായിരിക്കുകയും വളരെ പിന്നിലായിരിക്കുകയും എന്നാൽ ബാക്കി എല്ലാ മേഖലകളിലും വളരെയേറെ മ്ലേച്ഛത പുലർത്തുകയും ചെയ്യുക. അത് അധ്യാപകർ ആകാം, പോലീസ് ഉദ്യോഗസ്ഥരാകാം, വക്കീലാകാം, ഭരണാധികാരികളാകാം, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതാത് മേഖലകളിൽ കൂടുതൽ ശ്രേഷ്ഠരും നന്മ നിറഞ്ഞവരുമായിരിക്കുകയും മറ്റെല്ലാ മേഖലകളിൽ അപകടകാരികളായി തീരുകയും ചെയ്യാറുണ്ട്. ശനിചന്ദ്രയോഗം ഉള്ളവരുടെ എല്ലാ നീക്കങ്ങളും പൊതുവെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങൾ, പൊതുവെ 4 ഘട്ടങ്ങളായിട്ടാണ് വേർതിരിച്ച് ഒരാളുടെ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ ജ്യോതിഷവശാൽ പറയേണ്ടതെങ്കിലും ഇത് നമ്മൾ പറയുമ്പോൾ 3 ഘട്ടങ്ങളായിട്ട് ചിന്തിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഇവർക്ക് മാനസിക വിഭ്രാന്തി ഏതെങ്കിലും തരത്തിൽ വന്നുകൂടായികയില്ല എന്നൊരു പോയിന്റിൽ എത്തേണ്ടതായിട്ടുണ്ട്.
അതിന് ആ സമയങ്ങളിൽ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കണം. ഇനിയും മാനസിക രോഗമായിട്ട് അവർക്ക് വന്നില്ല, അതൊരു വിഭ്രാന്തി വന്നില്ല എങ്കിൽ അതിൻ്റെ മറ്റൊരു രൂപത്തിൽ വരിക എന്ന് പറഞ്ഞാൽ സംശയമായിരിക്കാം. ഒന്നുകിൽ വീട്ടുകാരെ, ബന്ധുക്കളെ, സഹോദരങ്ങളെ, നാട്ടുകാരെ ഒക്കെ സംശയിക്കാം, കൂടെയുള്ള സഹപ്രവർത്തകരെ, വീട്ടിലെ വീട്ടിലെ സഹായികളെ, കൂട്ടുകാരെയൊക്കെ സംശയിക്കാം. ഇനിയും അവിടെ ഏത് വിഭാഗം ആളുകളെ ആയിരിക്കും ഇവർ സംശയിക്കാൻ സാധ്യത എന്നുള്ളത് നമുക്ക് ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് കൊണ്ട് പറയാം. അവിടെ സൂര്യനോടാണ് പ്രതിരോധിക്കുന്നതെങ്കിൽ പിതാവിനെ സംശയിക്കുന്നവനും പിതാവിന് സർവനാശം വരുത്തി വയ്ക്കാൻ ഇരിക്കുന്നവനുമായി തീർന്നിരിക്കുന്നു ഈ വ്യക്തി, അല്ലെങ്കിൽ ഈ മകൻ, ഈ മകൾ എന്ന് പറയേണ്ടി വരും. അത് ചന്ദ്രൻ നിൽക്കുന്നത് അനിഷ്ടരാശിയിലാണ് രാഹുവിനോടൊപ്പമെങ്കിൽ, അല്ല, ചന്ദ്രൻ അനിഷ്ടരാശിയിലാണ് ശനിയോടൊപ്പം നിൽക്കുന്നതെങ്കിൽ ആ ശനി ബലവാനും കൂടിയല്ല, ചന്ദ്രന് രാഹുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ടെങ്കിൽ മാതാവിന് സർവനാശം വരുത്തി വയ്ക്കുന്ന മകനോ മകളോ ആയിരിക്കും എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഗ്രഹങ്ങളെയും കൂടെ നമ്മൾ പരിഗണിച്ചിട്ട് ആർക്കൊക്കെ ശത്രുവായി തീരും, ആർക്കൊക്കെ മിത്രമായി തീരുമെന്നും കൂടി നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്. ശനിചന്ദ്രയോഗം നമ്മൾ പ്രാഥമികമായി പരിഗണിക്കേണ്ടതാണ്. നമ്മൾക്ക് ഒരാൾ ഒരു ബിസിനസ് പാർട്ണറായിട്ട് വരുന്നു എങ്കിൽ ശനിചന്ദ്രയോഗമുണ്ടോ, അതിൻ്റെ കൂടി ഇതും നോക്കിയോണം. ചന്ദ്രരാഹു യോഗമുണ്ടോ, ചന്ദ്രകേതു യോഗമുണ്ടോ. ചന്ദ്രരാഹു യോഗം, ചന്ദ്രകേതു യോഗം, ചന്ദ്രശനി യോഗം, ഇത് മൂന്നും ഉള്ളവരെ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ലഹരിശീലങ്ങൾ വരാം. ലഹരിശീലങ്ങളെക്കാൾ ഉപരി ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആത്മഹത്യാ പ്രവണത ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും കാണുന്നതാണ്. അതും പ്രത്യേകിച്ച് ചില രാശികളിലായിരിക്കുമ്പോൾ. അത് ഡിഗ്രിയൊക്കെ വളരെ കുറവാണ്. ഗ്രഹങ്ങളുടെയും ഭാവങ്ങളുടെയൊക്കെ അക്ഷാംശരേഖാംശങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കി വരുമ്പോൾ അതിൻ്റെ തീവ്രത ഡിഗ്രി കുറവാണെങ്കിൽ ഈ ദോഷഫലങ്ങൾ ശക്തമായിട്ട് ബാധിക്കാനിടയുണ്ട്. പിന്നെ ഈ ജന്മത്തിൽ തന്നെ ഇങ്ങനെയുള്ളവർക്ക് മറ്റൊരു ഫലവും കൂടി പറയേണ്ടതായിട്ടുണ്ട്. പൂർവ്വജന്മത്തിലെ ആളുകളെ മുക്കിക്കൊന്നവരൊക്കെ വന്ന് ജനിക്കും. എന്നിട്ട് ഈ ജന്മത്തിൽ അതേപോലെ തന്നെ അവർ വെള്ളത്തിൽ വീണിട്ട് അപസ്മാരം ഉണ്ടാകുക, ബുദ്ധി മാന്ദ്യം സംഭവിക്കുക, അരപ്പൊട്ടരായിട്ട് ഒരു പുരുഷായുസ് മൊത്തം തീർക്കുക. ഇതെല്ലാം ശനിചന്ദ്ര രാഹു യോഗത്തിലൂടെ നമുക്ക് സ്പഷ്ടമായിട്ട് അറിയാൻ കഴിയും. അത് പൂർവ്വജന്മദോഷത്താൽ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ശനിചന്ദ്ര യോഗം വരുമ്പോൾ ഏത് തരത്തിലൊക്കെയാണ് പൂർവ്വജന്മ ഭാവിയെക്കുറിച്ചും കൂടി ബന്ധിപ്പിക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ ജന്മത്തിലെ കുടിശ്ശിക തീർക്കാനായിട്ട് വന്നിരിക്കുന്നതാവാം. ശനിചന്ദ്ര യോഗമുള്ളവർ പലപ്പോഴും വലിയ മഹാകുടുംബങ്ങളിൽ, ക്ലാസിക്കൽ കുടുംബങ്ങളിലൊക്കെ ജനിച്ചിട്ട് ആ കുടുംബത്തിന് തന്നെ സർവനാശമായിട്ട് മാറുന്നവരുണ്ട്. എന്നാൽ ഇവർ പലപ്പോഴും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും ബലം കൊണ്ട് മഹാധനികരായി തീർന്നാലും അവർ ആ കുടുംബത്തിൻ്റെ മഹിമയെ നശിപ്പിക്കും. കുടുംബത്തിൻ്റെ പുരാതനമായ മഹത്വങ്ങളെ പുച്ഛിച്ച് പുറന്തള്ളുന്നവരും അതിനൊക്കെ എതിരെ നിൽക്കുന്നവരും അവിടുത്തെ പുരാതനമായ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെ ആയിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മുമ്പ് പറഞ്ഞിരിക്കുന്ന ചന്ദ്രനുമായിട്ട് ശനിയോ, ചന്ദ്രനുമായിട്ട് രാഹുവോ, ചന്ദ്രനുമായിട്ട് കേതുവോ ഉള്ള ജാതകക്കാർ, ഇങ്ങനെ യോഗം ചേർന്ന് ഇരിക്കുന്ന ഈ ജാതകക്കാർ ജനിക്കുമ്പോൾ തന്നെ വളരെ ആധികാരികതയോടുകൂടി ചോറൂണ് കഴിയുമ്പോൾ തന്നെ ഈ ഗ്രഹനിലയെക്കുറിച്ചൊരു പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. ഇവർ ഏത് തരത്തിലാണ് അപകടകാരികളായി തീരാൻ സാധ്യത എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നതാണ്.